എൻ്റെ പേര് ദേവിക. അപ്പോൾ ഞാനിവിടെ CSE ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കോളേജിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ഇവിടെ 5th ഇയർ BRക്കിന് പഠിക്കുക. അപ്പോൾ ആ ഏട്ടൻ വഴിയാണ് ഞാൻ ഈ കോളേജിൽ എത്തിയത്. പിന്നെ ഇവിടെ CSEക്ക് പൊതുവെ കുറേ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 100% പ്ലേസ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് CSE എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ എയറോനോട്ടിക്കലൊരു സാറുണ്ട്, പ്രജീഷ് സാറ്. അപ്പോൾ സാറ് എല്ലാ കോഴ്സിനെ പറ്റിയിട്ടും നല്ലൊരിത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡാറ്റ സയൻസ് ഇവിടെ പുതിയത് വന്ന കോഴ്സാണെന്ന് അറിയുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആ ചേച്ചി ഇതേമാതിരി BTech കഴിഞ്ഞിട്ട് പിന്നെയാണ് ഡാറ്റ സയൻസിൻ്റെ കോഴ്സ് പിന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് CSEയുടെ കൂടെ ഡാറ്റ സയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അതാകുമ്പോൾ പ്ലേസ്മെൻറ്റ് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ ഈ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി അടിപൊളി അഭിപ്രായമാണ്. കാരണം നമുക്കിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ മടിയാണ്, പക്ഷെ അവർ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഇപ്പം നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ എല്ലാവരും പറയും നമുക്ക് വേണമെങ്കിൽ പഠിക്കണം എന്നാണ്, ആരും സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാ വെച്ചാൽ നമ്മളെ പഠിപ്പിക്കും. ഇപ്പോൾ എല്ലാ എക്സാമിനാണെങ്കിലും എന്താണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് പൊതുവെ പിന്നെ പോരാത്തതിന് റെമഡിയൽ ക്ലാസ്സും ഉണ്ട്. പിന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നല്ല രീതിക്ക് കൊണ്ടുവരാൻ അവർക്കറിയാം. ഇപ്പോൾ നമുക്ക് ഡെയിലി മോർണിംഗ് സെഷനിൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ സാർ നടത്തുന്നതാണ് QCPC എന്ന സംഭവം. കാരണം കുറേ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റേജ് ഫിയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംസാരിച്ചാണ് ആ സ്റ്റേജ് ഫിയർ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ QCPC നടത്തുന്ന സമയത്ത് നമുക്കൊരു തോട്ട് തരും, അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു 60 കുട്ടികളോ അല്ലെങ്കിൽ 39 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അവരെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ടാണെങ്കിലും ആ ഫിയർ പിന്നെ നമുക്ക് മാറിപ്പോവും. അപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാൻ നല്ല ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നേഹൽ പറഞ്ഞ പോലെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് വരും. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും പിന്നെ അതർ ലാംഗ്വേജസൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോ കോളേജും ഉണ്ട്, അതുപോലെ ഇവിടുത്തെ ലാബുകൾ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ലൈബ്രറി ഉണ്ട്, അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിരുന്ന് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം, ബുക്സ് റെഫർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതേമാതിരി പഠിക്കേണ്ട ബുക്ക് എന്നുള്ളതിന് പകരം പൊതുവെ ഈ നോവൽസ് അങ്ങനത്തെ ഒരുപാട് ബുക്കുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ് ഹാബിറ്റും കൂടി കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കമ്പനീസിൽ നിന്നാണ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ അടുത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിപ്പോയി, ഒരുപാട് പേര് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇത് നോക്കുമ്പോൾ നല്ല നല്ല കമ്പനീസൊക്കെയാണ് വിളിക്കുന്നത്. അതേമാതിരി ഈ പ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ മെയിൻ നോക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ കമ്പനീസിന് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് ഓരോ ആക്ടിവിറ്റീസ് വഴിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സിന് വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്, നമുക്ക് ഒരുപാട് ഗെയിംസ്, അതേമാതിരി നമുക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ള ഒരുപാട് ടാലൻസ് കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഒരു ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമ്പോഴാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക. I recommend JCT.